ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്. അടിപൊളിയാണ്, ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്കപ്പോൾ ഒരു മസാല ഉണ്ടാക്കാം. ഇതിന് ഗ്രേവി വേണമല്ലോ, അപ്പം മസാല ഉണ്ടാക്കാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയിട്ട് എടുക്കണം. ഒന്ന് അരിഞ്ഞ് വരണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ചിക്കൻ ഇളക്കി കൊടുക്കണം. ചിക്കൻ അവിടെ ആവുമ്പോഴത്തേനും നമുക്ക് മസാല റെഡിയാക്കാം. ഒരു ചട്ടിയിലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ചതച്ചത് കൂട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. അതിൽ 2 എണ്ണത്തിൽ ഒരെണ്ണം ഞാനിപ്പോൾ എടുത്തു. ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഒരെണ്ണം. ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതാണ് ചിക്കനും ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കൊടുക്കണം. ചട്ടിയിലാണ് വെക്കണം, അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി പിടിക്കാണ്ട് നോക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യാം. ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നെയ്ച്ചോറാണ് ഇവിടെ തയ്യാറാക്കണം. ഇനി അടുത്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതിൽ നെയ്യ് ഒഴിക്കണം. ഒരു 3 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, കറിയാമ്പൂ, ഏലക്ക, ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് പൊട്ടിയ ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്. കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട. സൂപ്പർ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളും ഇതേമാതിരിയൊക്കെ ചെയ്ത് നോക്കുക, വെറൈറ്റി. എല്ലാവരും നിങ്ങളുടെ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.